സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10th CBSEയുടെ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയത് എന്താണ് ഒരു പോളിനോമിയലിൻ്റെ സീറോസ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, സീറോസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോസിൽ നമ്മൾ കണ്ടത്. അതുവരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. അപ്പോൾ ആ സീറോസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മളൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് വെച്ചിട്ടാണ് സീറോസ് കണ്ടുപിടിച്ചതും അതിൻ്റെ റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്തതും അല്ലേ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. അതിൽ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിൻ്റെ എന്ത് കണ്ടുപിടിച്ചു, സീറോസ് കണ്ടുപിടിച്ചു. എങ്ങനെയാണ് സീറോസ് കണ്ടുപിടിച്ചത്? ആ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഈക്വൽ ടു സീറോനോട് ഇക്വേറ്റ് ചെയ്തു അല്ലേ. എന്നിട്ടൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സീറോസ് കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആവുമ്പോൾ അതിന് 2 സീറോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന് ആൽഫ എന്നും ബീറ്റ എന്നുമാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് ആ സീറോസ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു അല്ലേ. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സീറോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഈക്വൽ ടു 0 കൊടുക്കുക. എന്നിട്ട് നമ്മൾ പഠിച്ച ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സീറോസ് കണ്ടുപിടിക്കുക. അപ്പോൾ 2 സീറോസ് ആയിരിക്കും കിട്ടുക. ഒരെണ്ണത്തിന് ആൽഫ എന്നും ഒരെണ്ണത്തിന് ബീറ്റ എന്നും ആയിരിക്കും കൊടുക്കുക. അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലാതെ ഒരു ക്യൂബിക് പോളിനോമിയലാണ് നമുക്ക് തരുന്നതെന്ന് വിചാരിക്കും. ഒരു ക്യൂബിക് പോളിനോമിയൽ തന്നിട്ട് അതിൻ്റെ സീറോസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അതിന് ഈക്വൽ ടു സീറോനോട് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ. ഈക്വൽ ടു സീറോനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂബിക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ക്യൂബിക്ക് നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് നമ്മൾ എന്ത് പഠിച്ചിരിക്കുന്നത്, ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ്, എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് അല്ലേ. അപ്പോൾ ഒരു ക്യൂബിക് പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ സീറോസ് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഒരു ക്യൂബിക് പോളിനോമിയൽ അതിനേക്കാൾ ഹയർ ഓർഡറുകൾ വരുമ്പോൾ അതിനെ വേറൊരു പോളിനോമിയൽ കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യും, അതായത് പോളിനോമിയൽ ഡിവിഷൻ എങ്ങനെ ചെയ്യും, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പോളിനോമിയൽ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലായാൽ മാത്രമാണ് അടുത്ത പോർഷനൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് പോകുള്ളൂ. അപ്പോൾ ഈ ക്യൂബിക് പോളിനോമിയലിൻ്റെ സീറോസ് ഒക്കെ കണ്ടുപിടിക്കാൻ വരുമ്പോൾ നമുക്ക് ഈ ഫാക്ടറൈസേഷൻ മെത്തേഡ്, അതായത് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, ഈ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോളിനോമിയലിനെ മറ്റൊരു പോളിനോമിയൽ കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഡിവിഷൻ ഓഫ് പോളിനോമിയൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ഹെഡിങ് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. മെത്തേഡ് ഓഫ് ഡിവൈഡിങ് വൺ പോളിനോമിയൽ ബൈ അനദർ. ഒരു പോളിനോമിയലിനെ വേറൊരു പോളിനോമിയൽ കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ അതിൽ കാണാം. ഡിവൈഡ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു x³ മൈനസ് 3x² പ്ലസ് 5x മൈനസ് 3 ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു x² മൈനസ് 2. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട പോളിനോമിയൽ x³ ഒരു ക്യൂബിക് പോളിനോമിയലാണ് അല്ലേ. x³ മൈനസ് 3x² പ്ലസ് 5x മൈനസ് 3 എന്ന് പറഞ്ഞൊരു ക്യൂബിക് പോളിനോമിയലിനെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അതായത് x² മൈനസ് 2 എന്ന് പറഞ്ഞൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ശരിയല്ലേ. അപ്പോൾ നോക്കാം, നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ സാധാരണ ലോങ് ഡിവിഷൻ ചെയ്യുമ്പോൾ 2 നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ 12/5 ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ലോങ് ഡിവിഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ അതേ മെത്തേഡ് പോലെ തന്നെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് സ്ക്രീനിൽ. നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടതിനെ 1000 ഉള്ളിൽ എഴുതി നമ്മൾ പുറത്ത് നമ്മൾ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യണേ ആ ഡിവിഡൻറ്റിനെ അല്ലെ ഡിവൈസറിന് ഉള്ളിൽ എഴുതി ഡിവിഡൻറ്റിനെ പുറത്ത് എഴുതി. ഓക്കെ അല്ലേ. അപ്പോൾ x² മൈനസ് 2 അവിടെ എഴുതിയിട്ടുണ്ട്. x³ മൈനസ് 3x² പ്ലസ് 5x മൈനസ് 3 ഉള്ളിൽ എഴുതി. ഓക്കെ അല്ലേ. ഇനി ഞാൻ എങ്ങനെയാണ് ഈ പോളിനോമിയലിനെ x² മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട സ്റ്റെപ്പ്, ഫസ്റ്റ് നമ്മൾ നമ്മുടെ പി ഓഫ് എക്സിലെ ഫസ്റ്റ് ടേമിനെ കൺസിഡർ ചെയ്യുക. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ, അതായത് x³ മൈനസ് 3x² പ്ലസ് 5x മൈനസ് 3 എന്ന് പറഞ്ഞ പോളിനോമിയലിലെ ഫസ്റ്റ് ടേം കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഏതായാലും ഫസ്റ്റ് ടേം
നിങ്ങൾക്ക് നോക്കിയാലായിട്ട് കാണാൻ സാധിക്കും. എക്സ് ക്യൂബ് ആണ് അതിലത്തെ ഫസ്റ്റ് ടേം. ശരിയല്ലേ? ആ എക്സ് ക്യൂബിനെ ഞാൻ നമ്മുടെ ജി ഓഫ് എക്സിലെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ജി ഓഫ് എക്സിലെ ഫസ്റ്റ് ടേം ഏതാ? അപ്പോൾ എക്സ് സ്ക്വയർ ആണ് ജി ഓഫ് എക്സിലെ ഫസ്റ്റ് ടേം. ശരിയല്ലേ? എന്താ ചെയ്തേ? പി ഓഫ് എക്സിലെ ഫസ്റ്റ് ടേം എടുത്തു, ജി ഓഫ് എക്സിലെ ഫസ്റ്റ് ടേം എടുത്തു. അപ്പോൾ എക്സ് ക്യൂബിനെ ഞാൻ എന്താ ചെയ്യാൻ പോണേ? എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാണ്. എക്സ് ക്യൂബിനെ എക്സ് സ്ക്വയർ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് എന്നായിരിക്കും കിട്ടുക. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഞാൻ ആ കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആവും. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ് കിട്ടിയത്? എക്സ് ക്യൂബിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ എക്സ് ക്യൂബിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് എക്സ് എന്നുള്ളൊരു ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലേ? ആ എക്സ് കിട്ടിയ ആൻസർ ഞാൻ കോഷ്യൻ്റ് ആയിട്ട് മുകളിൽ എഴുതി. നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ കാണാം എക്സ് എന്ന് പറഞ്ഞ ആൻസർ കാണാം. ശരിയല്ലേ? എക്സ് എഴുതി. ഓക്കെ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്തത്? പി ഓഫ് എക്സിലെ ഫസ്റ്റ് ടേം എടുത്തു, ക്യൂ ഓഫ് എക്സിലെ ഫസ്റ്റ് ടേം എടുത്തു. രണ്ട് ടേമിനെ ഫസ്റ്റ് ടേമിനെ ആദ്യത്തെ രണ്ടാമത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ശരിയല്ലേ? എക്സ് ക്യൂബിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം കിട്ടിയ ആൻസർ ആണ് എക്സ് എന്നുള്ളത്. ആ എക്സിനെ ഞാൻ മുകളിൽ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് ആ എക്സ് കൊണ്ട് ഞാൻ നമ്മുടെ എക്സ് സ്ക്വയർ ജി ഓഫ് എക്സിനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. എക്സിനെ എക്സ് സ്ക്വയർ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സൈഡിൽ കാണിച്ചിട്ടുണ്ട് ആ കാൽക്കുലേഷൻ. എക്സിൻ്റെ എക്സ് സ്ക്വയർ -2 ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ക്യൂബ് -2x എന്ന് കിട്ടി. എക്സ് ക്യൂബ് -2x. ആ എക്സ് ക്യൂബ് -2xനെ ഞാൻ പി ഓഫ് എക്സിൻ്റെ അടിയിലായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതി. എന്താ അറേഞ്ച് ചെയ്ത് എഴുതി എന്ന് പറയാൻ കാരണം? എക്സ് ക്യൂബിൻ്റെ അടിയിൽ എക്സ് ക്യൂബിൻ്റെ ടേം എഴുതി, പിന്നെ എക്സ് സ്ക്വയറിൻ്റെ ടേം നമുക്ക് കിട്ടിയിട്ടില്ല. ശരിയല്ലേ? എക്സ് ക്യൂബ് -2x എന്നാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ടേം അതിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ എഴുതിയിട്ടില്ല. അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് കാണാം നിങ്ങൾക്ക്. പിന്നെ കിട്ടിയ ടേമാണ് -2x. ആ -2x ഞാൻ ആരുടെ അടിയിൽ എഴുതിയേ? +5xൻ്റെ അടിയിലായിട്ട് -2xനെ എഴുതി. ഓക്കെ അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സബ്ട്രാക്ട് ചെയ്യാൻ പോകണം ഈ രണ്ട് പോളിനോമിയലും തമ്മിൽ. അതായത് എക്സ് ക്യൂബ് -3x² + 5x - 3യും എക്സ് ക്യൂബ് -2xും കൂടി സബ്ട്രാക്ഷൻ ചെയ്തു. അപ്പോൾ എന്താ കിട്ടുക? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അടിയിലുള്ള പോളിനോമിയലിൻ്റെ സൈൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഞാൻ എന്താ ചെയ്തത്? അടിയിലത്തെ ടേമുകളുടെ സൈനുകൾ ചേഞ്ച് ചെയ്തു. എക്സ് ക്യൂബ് പോസിറ്റീവ് ആയിരുന്നു, അതിനെ നെഗറ്റീവ് ആക്കി. -2x നെഗറ്റീവ് ആയിരുന്നു, അതിനെയും പോസിറ്റീവ് ആക്കി. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ നോക്കാം, എക്സ് ക്യൂബും -x³ വരുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ? പിന്നെ -3x² അടിയിൽ നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ആ -3x² നമ്മൾ അടിയിലേക്ക് ഇറക്കിയിട്ടു. ഇനി ബാക്കി നിൽക്കുന്നത് 5xും +2x. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 7x കിട്ടി അല്ലേ? ഇനി -3 അവിടെ വെറുതെ നിൽക്കുകയാണ്. ആ -3 നമ്മൾ അടിയിലേക്ക് ഇറക്കിയിട്ടു. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസറിനെ പി ഓഫ് എക്സിൻ്റെ അടിയിൽ എഴുതി. എന്നിട്ട് ആ രണ്ട് പോളിനോമിയലും തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു. അതായത് സൈൻ ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്തു. ഇപ്പം കിട്ടിയ ആൻസറാണ് -3x² + 7x - 3 എന്നുള്ളത് അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വീണ്ടും നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഈ -3x² + 7x - 3യുടെ ഫസ്റ്റ് ടേം കൺസിഡർ ചെയ്തു. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ -3x². ആ -3x²നെ ജി ഓഫ് എക്സിൻ്റെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തു. -3x²നെ ജി ഓഫ് എക്സിൻ്റെ ഫസ്റ്റ് ടേം എന്താ? അതിൽ x² അല്ലേ? അപ്പോൾ -3x²നെ x² കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണ് എന്ത്? -3. ഓക്കെ ആണോ? എന്താ ചെയ്ത്? ഇപ്പം നമുക്ക് കിട്ടിയ സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ പോളിനോമിയലിൻ്റെ ഫസ്റ്റ് ടേമിനെ നമ്മുടെ ഡിവൈസർ ആയിട്ടുള്ള x² കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് -3x² ഡിവൈഡഡ് ബൈ x², ദാറ്റ് ഈസ് -3 എന്ന് കിട്ടി. ആ -3 ഞാൻ ആൻസർ ആയിട്ട് കോഷ്യൻ്റ് ആയിട്ട് മുകളിൽ എഴുതി. ശരിയാണോ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും ഞാൻ ചെയ്യാൻ പോവാണ്. ആ -3 കൊണ്ട് ഞാൻ x² - 2നെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം എന്താ കിട്ടാം? -3 × x², ദാറ്റ് ഈസ് -3x². പിന്നെ -3 × -2 എന്താ കിട്ടുക? +6. ശരിയല്ലേ? ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി -3x². 7xൻ്റെ അടിയിൽ എഴുതാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എക്സിൻ്റെ ടേം ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവിടെ എഴുതിയില്ല. പിന്നെ കിട്ടിയത് +6 ആണ്. അത് ഞാൻ -3യുടെ അടിയിലായിട്ട് പ്ലേസ് ചെയ്തു. ഓക്കെ ആയോ? ഇനി എന്താ ചെയ്യേണ്ടത്? നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസർ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യുക. ഓക്കെ അല്ലേ? സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ -3യുടെ
നെഗറ്റീവ് 3x² സൈൻ മാറ്റിയത് പോസിറ്റീവ് ആക്കി, പ്ലസ് 6 സൈൻ മാറ്റിയത് നെഗറ്റീവ് ആക്കി. ഓക്കെ ആണോ? ഇനി ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നെഗറ്റീവ് 3x² പ്ലസ് 3x² പോയിട്ട് 0 ആയി പോയി. 7x ഞാൻ നേരെ അതിൻ്റെ അടിയിൽ ഒന്നുമില്ല, അതുകൊണ്ട് നേരെ ഇറക്കിയിട്ടു. നെഗറ്റീവ് 3യും നെഗറ്റീവ് 6ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് 9 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇവിടെ വെച്ച് നമ്മുടെ ഡിവിഷൻ തീരുകയാണ്. അപ്പം എങ്ങനെ മനസ്സിലായി നമുക്ക് ഈ ഡിവിഷൻ തീർന്നു എന്നുള്ളത് അല്ലേ? നിങ്ങൾക്കൊരു ഡൗട്ട് വരാം. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ g(x) നോക്കാം. നമ്മുടെ g(x) എന്തായിരുന്നു? x² - 2 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്, ശരിയല്ലേ? ആ x² - 2 എന്ന് പറഞ്ഞ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണ്? ഡിഗ്രി എന്താ? ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ അല്ലേ? അപ്പോൾ x² - 2ന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്, ശരിയല്ലേ? ആ ഡിഗ്രീനേക്കാളും കുറവ് ആൻസർ ആണ്, അതായത് കുറവ് ഡിഗ്രി ഉള്ള ഒരു ആൻസർ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. കുറവ് ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയലാണ് നമുക്കിപ്പോൾ ലാസ്റ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണ് എന്ത്? 7x - 9. അതിൻ്റെ ഡിഗ്രി എത്ര വരാ? 1 ആണ് അല്ലേ? അതായത് ഈ x² - 2ന്റെ ഡിഗ്രിയേക്കാളും കുറവ് ഡിഗ്രിയാണ് നമുക്കിപ്പോൾ കിട്ടിയ റിമൈൻഡർ എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ റിമൈൻഡറിൻ്റെ ഡിഗ്രി നമ്മൾ ഏതുകൊണ്ടാണോ, ഏത് പോളിനോമിയൽ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യണേ അതിൻ്റെ ഡിഗ്രീനേക്കാളും കുറവ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിവിഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ ആണോ? ഇപ്പം നമ്മുടെ x³ - 3x² പ്ലസ് 5x - 3 എന്ന് പറഞ്ഞ പോളിനോമിയലിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു? x² - 2 എന്ന് പറഞ്ഞ പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം കിട്ടിയ കോഷ്യൻ്റ് ആണ്, അതായത് കോഷ്യൻ്റ് ആണ് എന്ത്? x - 3 എന്ന് പറയുന്നത്. കിട്ടിയ റിമൈൻഡർ ആണ് എന്ത്? 7x - 9 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഈ ഡിവിഷൻ വെച്ചിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു ഇത് പഠിക്കാനുണ്ട്, അൽഗോരിതം പഠിക്കാനുണ്ട്, ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ്. ഈ ഡിവിഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ അൽഗോരിതം വന്നേക്കുന്നത്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് എക്സാമിന് വരാറുള്ളതാണ്. അപ്പോൾ എന്താണ് ഡിവിഷൻ അൽഗോരിതം? നമ്മൾ മുന്നേ ചെയ്ത എക്സാമ്പിൾ, മുന്നേ ചെയ്ത ഡിവിഷൻ വെച്ചിട്ട് എന്താണ് ഒരു പോളിനോമിയലിൻ്റെ ഡിവിഷൻ അൽഗോരിതം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വെറുതെ അസ്യൂം ചെയ്യാണ് ജനറലായിട്ട്, if p(x) and q(x) are any two polynomials, therefore dividend is equal to, എന്താ ചെയ്യണം അവിടെ? ഡിവിഡൻഡ് is equal to, നേരത്തെ ചെയ്ത എക്സാമ്പിളിൽ ആരായിരിക്കും ഡിവിഡൻഡ്? x³ - 3x² പ്ലസ് 5x - 3 ആയിരിക്കും നമ്മുടെ ഡിവിഡൻഡ്. ഡിവിഡൻഡ് is equal to കോഷ്യൻ്റ് ഇൻറ്റു, കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസർ. അതാണ് എന്ത് കിട്ടിയത് നമുക്ക്? x - 3 ഇൻറ്റു ഡിവൈസർ. ഡിവൈസർ മീൻസ് നമ്മൾ ആരെയാണോ ഡിവൈഡ് ചെയ്തത്, അയാൾ ആരെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അയാളാണ് ഡിവൈസർ. അതായത് x² - 2 പ്ലസ് റിമൈൻഡർ. നമുക്ക് ലാസ്റ്റ് കിട്ടിയ റിമൈൻഡർ എന്താണ്? അതാണ് എന്ത്? 7x - 9. നേരത്തെ എക്സാമ്പിളിൽ റിമൈൻഡർ എന്ന് പറയുന്നത് 7x - 9 ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത് ഏതൊരു പോളിനോമിയലും മറ്റൊരു പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവിഷൻ അൽഗോരിതം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതൊരു പോളിനോമിയൽ എടുത്തിട്ട് മറ്റൊരു പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്താലും. അപ്പോൾ ഒന്നുകൂടി ഞാൻ വായിക്കാൻ വേണ്ടി ഡിവിഷൻ അൽഗോരിതം അതൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിവിഡൻഡ് is equal to കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. അതിന് വേണ്ടി നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എഴുതണമെങ്കിൽ നമുക്ക് എഴുതാൻ വേണമെങ്കിൽ p(x) = q(x) ഇൻറ്റു g(x) പ്ലസ് r(x). p(x) എന്ന് പറയുന്നത് ഡിവിഡൻഡിനെ കാണിക്കും. കോഷ്യൻ്റ് is equal to q(x) എന്ന് എഴുതാൻ നമുക്ക് വേണമെങ്കിൽ ഡിവൈസർ is equal to g(x) ആയി റിമൈൻഡറിനെ നമ്മൾ r(x) എന്ന് അസ്യൂം ചെയ്യാം. ഇനി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് മറ്റേ ഡിവിഡൻഡ് is equal to അങ്ങനെ വേർഡ്സിലാണെങ്കിൽ അത് പഠിക്കാം കേട്ടോ. ഇനി കുറച്ചുകൂടി ഓർത്ത് വയ്ക്കാൻ ചിലർക്ക് എളുപ്പം ഇങ്ങനെ g(x) r(x) എന്നാണെങ്കിൽ അതായാലും പഠിച്ചാലും കുഴപ്പമില്ല. p(x) = q(x) ഇൻറ്റു g(x) പ്ലസ് r(x). ഏതൊരു പോളിനോമിയൽ എടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മളത് അവിടെ ചെക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് സ്ക്രീനിൽ. നമുക്ക് നോക്കിയാലായിട്ട് കാണാം. x³ - 3x² പ്ലസ് 5x - 3 is equal to, ഞാൻ എന്താ ചെയ്തേ? x - 3 ഇൻറ്റു x² - 2 പ്ലസ് 7x - 9 ചെയ്തു. അത് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ ആൻസർ എന്തായിരിക്കും? എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഡിവിഡൻഡിനോട് ഈക്വൽ ആയിരിക്കും. ഒന്ന് നോട്ടിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലായിട്ട്, അതായത് ആ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ലൈക്ക് ടേമുകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഏത് ആൻസർ തന്നെയായിരിക്കും? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ ഡിവിഷൻ അൽഗോരിതം പറയുന്നത്. ഓക്കെ ആണോ?
ഇനി അതിൻ്റെ ഇടയിലൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, വേർ ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓർ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. അതായത് ഈ ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റിമൈൻഡർ നമുക്ക് രണ്ട് ടൈപ്പിൽ കിട്ടാം. രണ്ട് ടൈപ്പിൽ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ റിമൈൻഡർ നിങ്ങൾക്ക് 0 ആയി പോവാം. ഒരു പോളിനോമിയലിനെ മറ്റൊരു പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഡിവൈസറിൻ്റെ ഡിഗ്രിയേക്കാളും കുറവായിരിക്കാം. ഡിവൈസറിൻ്റെ ഡിഗ്രിനേക്കാളും കുറവായിരിക്കും, ഒരിക്കലും കൂടുതലായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിമൈൻഡർ ആയിരിക്കും നിങ്ങളുടെ തെറ്റാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആർ ഓഫ് എക്സ് നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ 0 എന്ന് കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസറിൻ്റെ ഡിഗ്രിനേക്കാളും കുറവായിരിക്കണം എപ്പോഴും നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആ കിട്ടുന്ന റിമൈൻഡർ 0 അല്ലെങ്കിൽ ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ആവണ വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവിഷൻ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളും കൂടി ഞാനവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കാം. ഡിവൈഡ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 11x മൈനസ് 6 by the polynomial g of x equal to x square minus 5x plus 6 and find the quotient and remainder. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ആ ഡിവിഡൻറ്റിനെ ഉള്ളിൽ എഴുതി, പുറത്ത് നമ്മുടെ ഡിവൈസറിനെ എഴുതി. ഞാൻ എന്താ ചെയ്തതിൽ ഞാൻ കാൽക്കുലേഷൻ ഒന്നും സൈഡിൽ കാണിച്ചിട്ടില്ല, നിങ്ങൾ തന്നെ ഒരു നോട്ട് എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയാണ് ആ ക്വോഷ്യന്റ് കിട്ടിയെന്നുള്ളത്. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് നോട്ടിൽ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തേ, നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയലിനെ ഫസ്റ്റ് ടേം കൺസിഡർ ചെയ്തു. എക്സ് ക്യൂബിനെ ഞാൻ എന്ത് ചെയ്തു, ജി ഓഫ് എക്സിലെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് എക്സ് ക്യൂബിനെ ഞാൻ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം എന്താ കിട്ടുക, എക്സ് എന്ന് എഴുതി അല്ലേ. ആ എക്സ് ഞാൻ ക്വോഷ്യൻ്റ് ആയിട്ട് മുകളിൽ എഴുതി. ഇനി എന്താ ചെയ്തത്, നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ആ എക്സ് എന്ന് പറഞ്ഞ കിട്ടിയ ക്വോഷ്യന്റിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, നമ്മുടെ ജി ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ. ജി ഓഫ് എക്സിലെ എല്ലാ ടേമിനെയും ഈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ജി ഓഫ് എക്സ് എന്തായിരുന്നു, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഈ ജി ഓഫ് എക്സിലെ എല്ലാ ടേമിനും നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് ഇൻറ്റു ചെയ്യാനായിട്ട് പോകണം, അതായത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ എന്താ കിട്ടുക അല്ലേ, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്, എക്സ് ഇൻറ്റു മൈനസ് 5x നെഗറ്റീവ് 5x സ്ക്വയർ, എക്സ് ഇൻറ്റു പ്ലസ് 6 6x കിട്ടി. ആ കിട്ടിയ ആൻസർ ഞാൻ പി ഓഫ് എക്സിൻ്റെ അടിയിലായിട്ട് എഴുതി. നിങ്ങൾക്ക് നോക്കിയാലായിട്ട് കാണാം, എക്സ് ക്യൂബ് മൈനസ് 5x സ്ക്വയർ പ്ലസ് 6x. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ആ രണ്ട് പോളിനോമിയൽ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സൈൻ ചേഞ്ച് ചെയ്തു, എന്നിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്സ് ക്യൂബും ക്യാൻസൽ ചെയ്ത് പോയി. മൈനസ് 6x സ്ക്വയറും പ്ലസ് 5x സ്ക്വയറും കൂടിയിട്ട് നെഗറ്റീവ് 1x സ്ക്വയർ കിട്ടി. പ്ലസ് 11xും മൈനസ് 6xും കൂടിയിട്ട് പ്ലസ് 5x കിട്ടി, നെഗറ്റീവ് 6 ആയിരിക്കും. ഓക്കെ ആണോ? ഇനി സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നെഗറ്റീവ് 1x സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടിയത്. ആ നെഗറ്റീവ് 1x സ്ക്വയറിന് ഇപ്പോഴും നമ്മുടെ ജി ഓഫ് എക്സിന്റെ ഡിഗ്രിനേക്കാളും കുറവ് വന്നിട്ടില്ലേ, ശരിയല്ലേ? അപ്പൊ ഞാൻ വീണ്ടും ആ നെഗറ്റീവ് 1x സ്ക്വയറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു, എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ശരിയാണോ? അപ്പൊ എന്താ കിട്ടിയത്, നെഗറ്റീവ് 1x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക, നെഗറ്റീവ് 1. അത് ഞാൻ ആ ക്വോഷ്യന്റ് ആയിട്ട് മുകളിൽ എഴുതി. ഇനി എന്താ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, ആ നെഗറ്റീവ് 1 കൊണ്ട് ജി ഓഫ് എക്സിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക, എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 6. അത് ഞാൻ ആ പോളിനോമിയലിന്റെ അടിയിലായിട്ട് എഴുതി. അതിനുശേഷം വീണ്ടും സബ്ട്രാക്ഷൻ ചെയ്യാണ്, സൈൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പൊ എനിക്ക് കിട്ടുക, പ്ലസ് മൈനസ് ആക്കി കൊടുക്കുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 0 ആയി പോയി അല്ലേ. പ്ലസ് 5x മൈനസ് 5x വീണ്ടും 0 ആയി പോയി. പിന്നെ മൈനസ് 6 പ്ലസ് 6 വീണ്ടും 0 ആയി പോയി. അപ്പൊ കിട്ടിയ റിമൈൻഡർ എത്രയാണ്, 0. സ്റ്റോപ്പ് ചെയ്യാലോ, നമ്മുടെ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ കിട്ടിയ റിമൈൻഡർ 0 ആണ്. ക്വോഷ്യന്റ് എന്താ കിട്ടിയത്, എക്സ് മൈനസ് 1. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഡിവിഷൻ ചെയ്യും. ഇനി നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നമ്മുടെ ഡിവിഷൻ അൽഗോരിതം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഈ എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ നമുക്ക് വേണമെങ്കിൽ ഈ ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായിരുന്നു, ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ക്വോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 11x മൈനസ് 6 ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 പ്ലസ് 0. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡിവിഡൻഡിനോട് ഈക്വൽ ആയിട്ടുള്ള ആൻസർ തന്നെ കിട്ടും.
ഓക്കെ അല്ലേ? എങ്ങനെയാണ് രണ്ട് പോളിനോമിയൽ തമ്മിൽ ഡിവൈഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിലിപ്പോൾ 2 എക്സാമ്പിളാണ് നമ്മളിതിൽ കാണിച്ചിട്ടുള്ളൂ അല്ലേ? ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവാൻ ചിലവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പറയല്ലേ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി 2-3 എക്സാമ്പിളും കൂടി കാണിക്കും ഡിവിഷൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലപ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. കാരണം ബോർഡിൽ എടുക്കണേക്കാളും കുറച്ചുകൂടി ഒരു കുറവതിൽ ഉണ്ടാവും. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു നോട്ടൊക്കെ എടുത്തിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ അതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അപ്പോൾ 2-3 എക്സാമ്പിളും കൂടി ഡിവിഷൻ്റെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഏതെങ്കിലും ഭാഗം ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ അതൊന്നും കൂടി മനസ്സിലായിക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. 2 പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യാന്നുള്ളത്, 2 പോളിനോമിയൽസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.